ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്ലൂമിംഗ് ബഡ്സ്. ഇപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് LKG ക്ലാസ്സിലെ EVS സിലബസിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് ടേം മുതൽ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ടേമിൽ ആദ്യം വരുന്നത് ദിസ് ഈസ് മീ എന്ന ഈ ഒരു ഭാഗമാണ്. അതായത് ഗേൾ ആണോ ബോയ് ആണോ എന്ന് തിരിച്ചറിഞ്ഞ് കുട്ടിക്ക് പറയാനുള്ള ഒരു പ്രവർത്തനമാണ് ഇതിൽ വരുന്നത്. അതുപോലെ വരുന്നതാണ് ബോഡി പാർട്സ്. ബോഡി പാർട്സിൽ റൈറ്റിംഗ് ഉണ്ടായിരിക്കില്ല, ഓറലായിട്ട് പറയാനുള്ള കാര്യങ്ങളാണ് ബോഡി പാർട്സിൽ വരുന്നത്. മൈ സെൻസസ്, അതായത് സെൻസസ് ഓർഗൻസിനെ കുറിച്ചിട്ടും അതിൻ്റെ യൂസസിനെ കുറിച്ചിട്ടും കുട്ടിക്ക് പഠിക്കാനുണ്ട്. ഇതുപോലെ പിക്ചേഴ്സ് കൊടുത്തിട്ടുള്ള ആക്ടിവിറ്റീസും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് സെക്കൻഡ് ടൈമിൽ കുട്ടികൾക്ക് എന്തെല്ലാം പഠിക്കാനുണ്ടെന്നാണ് നോക്കുന്നത്. മൈ സ്കൂൾ, അതായത് സ്കൂളിൽ കുട്ടികൾക്ക് എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഉള്ളത് എന്ന് കുട്ടികൾക്ക് അറിയാനുള്ള ഒരു ചെറിയൊരു കാര്യമാണ് ഇതിൽ ഉൾപ്പെടുത്തിയത്. അതുപോലെ സേഫ് ഓൺ ദി റോഡിൽ എന്തൊക്കെയാണ് നിയമം, നമ്മൾ എന്തൊക്കെ നിയമങ്ങൾ പാലിക്കണം എന്നതിനെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട്. പിന്നെ ദേ ഹെൽപ്പസ്, അതായത് നമ്മൾ തന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ആരൊക്കെയാണ്, ടീച്ചേഴ്സ്, ഡോക്ടർ, നേഴ്സ്, ടൈലർ, വെജിറ്റബിൾ സെല്ലർ, ഇവരൊക്കെ നമ്മൾ തന്നെ ഹെൽപ്പ് ചെയ്യുന്നവരാണെന്ന് കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. പിന്നെ വരുന്നത് അനിമൽസിനെ കുറിച്ചിട്ടാണ്. അതിൽ ഡൊമസ്റ്റിക് അനിമൽസ്, അതുപോലെ തന്നെ വൈൽഡ് അനിമൽസ്, പെറ്റ് ആൻഡ് ഫാം അനിമൽസ്, ഇത്രയും, അതുപോലെ വാട്ടർ അനിമൽസ്, ഇത്രയും അനിമൽസിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. പിന്നെ വരുന്നത് ദ സ്റ്റോറി ഓഫ് ദി പ്ലാന്റ്, അതായത് ഒരു പ്ലാന്റിൻ്റെ ഗ്രോ സ്റ്റേജസ് ആണ് വരുന്നത്. വളർച്ചാ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് പഠിക്കാനുണ്ട്. അതുപോലെ ഫ്ലവേഴ്സിൻ്റെ നെയിംസ്, വെജിറ്റബിൾ നെയിംസ്, ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് ടേമിൽ വരുന്നത്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് ടേം EVS ടെക്സ്റ്റ് ബുക്കാണ്. പിന്നെ നമ്മളെപ്പോഴും ഓർക്കേണ്ട കാര്യം, ഇത് ഓറലാണ്, റൈറ്റിംഗ് ഉണ്ടായിരിക്കില്ല കേട്ടോ കുട്ടികൾക്ക്. ഇതിൽ ആദ്യം വരുന്നത് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിംസാണ്. ഇൻഡോർ ഗെയിംസിൽ വരുന്നത് വീടിൻ്റെ അകത്തിരുന്ന് കളിക്കുന്ന ഗെയിംസ്. അതുപോലെ ഔട്ട്ഡോർ ഗെയിംസ് പറഞ്ഞാൽ വീടിൻ്റെ പുറത്ത് പോയി കളിക്കുന്ന ഗെയിംസ് എന്തൊക്കെയാണ് എന്നാണ്. പിന്നെ വരുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെഹിക്കിൾസ് ആണ്. അതിൽ ഓൺ ലാൻഡ്, ഓൺ വാട്ടർ, ഇൻ എയർ, അതായത് വെള്ളത്തിൽ പോകുന്നവയും കരയിൽ പോകുന്നവയും വായുവിൽ പോകുന്ന വെഹിക്കിൾസ് ഏതൊക്കെയാണെന്ന് ക്ലാസിഫൈ ചെയ്ത് അവയുടെ നെയിംസ് പഠിക്കാനുണ്ട്. പിന്നെ വരുന്നത് അപ്പ് ഇൻ ദി സ്കൈ, അതായത് നമ്മൾ സ്കൈയിലേക്ക് നോക്കി എന്തൊക്കെ കാര്യങ്ങൾ കാണും, റെയിൻബോ, ബേർഡ്സ്, ക്ലൗഡ്സ്, എയറോപ്ലെയിൻസ്, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെതേഴ്സിനെ കുറിച്ചിട്ടാണ്. അതിൽ ഓൺ എ ഹോട്ട് ഡേ, അതായത് ചൂടുള്ള ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക, ഓൺ എ റൈനി ഡേ, അതായത് മഴയുള്ള ദിവസം എന്തൊക്കെയാണ് ചെയ്യുക. അതുപോലെ എ ക്ലൗഡ് ഡേ, അതായത് തണുപ്പുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക. അങ്ങനെ വെതേഴ്സിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടാനുള്ള ആക്ടിവിറ്റി ഉണ്ട്. പിന്നെ വരുന്നത് വി നീഡ് വാട്ടർ, അതായത് നമുക്ക് എന്തിനൊക്കെയാണ്, ആർക്കൊക്കെയാണ് വാട്ടർ ആവശ്യം, ഇതിനെക്കുറിച്ചിട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ EVS 3 ടേമും കവർ ചെയ്തിട്ട് നമ്മൾ പോയി. 3 ടേമിലും കുട്ടികൾക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് ചെറിയൊരു ഐഡിയ ഇപ്പോൾ എല്ലാവർക്കും കിട്ടിയെന്ന് കരുതുന്നു. നെക്സ്റ്റ് ചെയ്യുന്നത് മലയാളം സിലബസാണ്. അതായത് മലയാളത്തിൽ കുട്ടികൾക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇത് ഒരിക്കലും ഒരു ക്ലാസ് അല്ല കേട്ടോ, ഇത് സിലബസിൽ കുട്ടികൾക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്, എന്തൊക്കെയാണ് സിലബസിൽ ഉൾപ്പെടുത്തിയത് എന്ന് മാത്രം അറിയാനുള്ള ഒരു ചെറിയൊരു വീഡിയോ മാത്രമാണ്. മലയാളത്തിൽ കുട്ടികൾക്ക് ആദ്യം പഠിപ്പിക്കുന്ന അക്ഷരമാണ് റ. അതായത് സ്വരാക്ഷരങ്ങളോ വ്യഞ്ജനാക്ഷരങ്ങളോ അല്ല ആദ്യം പഠിപ്പിക്കുക. ആദ്യം കുട്ടികൾക്ക് എളുപ്പം എഴുതാൻ കഴിയുന്ന അക്ഷരങ്ങളാണ് പഠിപ്പിക്കുക. അതിൽ ആദ്യം വരുന്ന അക്ഷരമാണ് റ. റ, ര, ത, പ, വ, ഈ അക്ഷരങ്ങളാണ് ആദ്യം എഴുതാനും വായിക്കാനും പഠിപ്പിക്കുക. അതുപോലെ ഓരോ അക്ഷരത്തിന് അനുയോജ്യമായ ചിത്രങ്ങളും കവിതകളും കുട്ടികൾക്ക് ഉണ്ടായിരിക്കും. ഇങ്ങനെ കൊടുക്കുന്നത് ആ ഒരു അക്ഷരം അവർക്ക് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചിത്രങ്ങളും കവിതകളും കൊടുക്കുന്നത്. ഇതിന് ശേഷമാണ് സ്വരാക്ഷരങ്ങൾ പഠിപ്പിക്കുക. അത്തരം അക്ഷരങ്ങൾ പഠിച്ചതിന് ശേഷമാണ് സ്വരാക്ഷരങ്ങൾ പഠിക്കാനുള്ളത്. അതുപോലെ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിക്കാനുണ്ട്. അതുപോലെ ചില്ലക്ഷരങ്ങളും പഠിക്കാനുണ്ട്. കുട്ടികൾക്ക് ഇത് എഴുതാനും വായിക്കാനുമുള്ള പ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മലയാളം സിലബസിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരിക്കലും ക്ലാസ് എടുക്കുന്ന വീഡിയോ അല്ല, ജസ്റ്റ് സിലബസ് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയുള്ള വീഡിയോ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ മലയാളത്തിലും EVSലും വരുന്ന സിലബസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ വീഡിയോയിൽ ഇംഗ്ലീഷ് സിലബസിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ്സാണ് ചെയ്തത്. അടുത്ത വീഡിയോ മുതൽ
ഓരോ വിഷയവും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലാസ് ആയിട്ട് എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്